നമസ്കാരം, ഷാംസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പന്തളത്തുള്ള പ്രകാശേൻ്റെ ഡയറി ഫാമിലെ കാഴ്ചകളുമായിട്ടാണ്. ഇന്ന് ധാരാളം ആൾക്കാർ കടന്നു വരുന്നൊരു കാർഷിക മേഖലയാണ് ഡയറി ഫാമിങ്. അപ്പോൾ അങ്ങനെ പുതിയതായിട്ട് കടന്നു വരുന്നവർക്ക് മാതൃകയാക്കാവുന്ന ഒരു ഡയറി ഫാമാണ് പ്രകാശേണ്ടത്. അപ്പോൾ തുടക്കക്കാർ ഡയറി ഫാം തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ കൂട് നിർമ്മാണം, പശുക്കളുടെ തിരഞ്ഞെടുപ്പ്, അതിൻ്റെ പരിപാലനം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ നല്ലൊരു വീഡിയോ ആണിത്. അപ്പം എന്തൊക്കെയാണ് പ്രകാശേൻ്റെ ഡയറി ഫാമിലെ കാഴ്ചകളെന്ന് നമുക്ക് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രകാശ്. എൻ്റെ വീടെന്ന് പറയുന്നത് പത്തനംതിട്ട പന്തളത്താണ്, പറന്തൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ മിലിറ്ററിയിലായിരുന്നു. ഒരു 16 വർഷം സർവീസ് ചെയ്തതിന് ശേഷം ഞാൻ പെൻഷൻ വന്നതിന് ശേഷം എൻ്റെ ഒരു മോഹമായിരുന്നു പശു വളർത്തൽ. ഒരു പശുവിൽ ഞാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ 16 വർഷമായി തുടങ്ങിയിട്ട്. ഇപ്പോൾ ഒരു പശുവിൽ തുടങ്ങി ഇന്ന് എനിക്ക് ഏതാണ്ട് ഒരു 10-40 പശുക്കളോളം ആയിട്ടുണ്ട്. പ്രകാശേന നമ്മുടെ ഡയറി ഫാം ആരംഭിക്കുമ്പം ആദ്യം എത്ര പശുക്കളെ വെച്ചാണ് ആരംഭിച്ചത്? അതുപോലെ തന്നെ ഏത് ബ്രീഡിനെ വെച്ചിട്ടാണ് ഡയറി ഫാം സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ തുടങ്ങിയത് ഒരു പശുവിൽ നിന്നായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു പശുവിലാണ് ഞാൻ തുടങ്ങിയത്. അതൊരു ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുവായിരുന്നു ആദ്യം ഞാൻ മേടിച്ചത്. അതിനെ മേടിച്ച് നല്ല രീതിയിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞു. എനിക്ക് ലാഭകരമായിട്ട് തോന്നിയതിന് ശേഷമാണ് വീണ്ടും ഒരു ജേഴ്സി പശുവിനെ കൂടെ മേടിച്ചു. ജേഴ്സി എന്ന് പറഞ്ഞാൽ ജേഴ്സി HF ക്രോസ് പശുവായിരുന്നു. അത് വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല പാലും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മൾ നല്ല രീതിയിൽ എന്നെ നോക്കി കണ്ടതിന് ശേഷമാണ് നമ്മൾ അടുത്ത പശുവിലേക്ക് തിരിഞ്ഞത്. ഇപ്പം നമ്മുടെ ഫാമിൽ കൂടുതലും ഏത് ഇനത്തിൽപ്പെട്ട പശുക്കളൊക്കെയാണോ ഉള്ളത്? ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ HF പശുവുണ്ട്, ജേഴ്സി പശുവുണ്ട്, ജേഴ്സി HF ക്രോസ് ഉണ്ട്, സിന്ധി HF ക്രോസ് ഉണ്ട്. അങ്ങനെ പല സൈസാണ്, ഒരു ഇനം അല്ല. ഇപ്പോൾ വരുന്ന ബ്രീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ബ്രീഡുകളാണ് വരുന്നത്. ഓരോ പ്രാവശ്യം കുത്തിവെക്കുന്ന ഓരോ സൈസുകളാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്ന പ്യൂർ എന്ന് പറയാൻ പറ്റത്തില്ല. ചേട്ടൻ ഇപ്പോൾ പല ബ്രീഡിൽപ്പെട്ട പശുക്കളെ വളർത്തുന്നുണ്ട്. ഇതിൽ നമ്മുടെ പാലുൽപാദനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് പശുവാണ് നമുക്ക് ലാഭകരം? നമുക്ക് ലാഭകരമായിട്ട് വരുമെന്ന് പറയുന്നത് ഈ HF ഇനത്തിൽപ്പെട്ട പശുക്കൾക്കാണ് അതിൻ്റെ അളവ് കൂടുതൽ കിട്ടുന്നത്. നമ്മൾ സൊസൈറ്റിയിൽ കൂടെ പാൽ കൊടുക്കുന്ന സൊസൈറ്റികളിൽ കൊടുക്കുന്നവർക്കാണ് ജേഴ്സി പശു നല്ലത്. കാരണം ജേഴ്സി പശുവിൻ്റെ പാലിന് കൊഴുപ്പ് കൂടുതലുള്ള അതാണ് ജേഴ്സി പശു. അപ്പോൾ ഈ HFും ജേഴ്സിയും കൂടെ മിക്സായിട്ട് നമ്മൾ വളർത്തുന്നത് കൊണ്ട് ഒരു മീഡിയം ലെവലിൽ നമുക്ക് പോകുന്നുണ്ട്. HF പശുവാണ് ആ പാലളവ് കൂടുതൽ കിട്ടുന്നത്. ചേട്ടൻ ഇപ്പോൾ തുടക്കകാലത്തിൽ നല്ലതാണ് നമ്മൾ ഇപ്പോഴായാലും ഫാമിൽ എവിടെ നിന്നാണ് പശുക്കളെ കൂടുതൽ എത്തിക്കുന്നത്? ഞാനിപ്പോൾ കൂടുതൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലോക്കലാണ്. നമ്മൾ തമിഴ്നാട്ടിലും കർണാടകയിലും ഒന്നും പോയി ഇതുവരെ പശുക്കളൊന്നും ഞാൻ എടുത്തിട്ടില്ല. നമ്മുടെ നാടൻ പ്രദേശത്തുള്ള പശുക്കളെ മാത്രമാണ് എടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് ഞാൻ അങ്ങനെ കൂടുതലായിട്ട് പശുക്കളെ പുറത്തുനിന്ന് എടുക്കുന്നില്ല. ഇവിടെ തന്നെ ജനിച്ച് വളർത്തുകയാണ് കിടാക്കളെയെല്ലാം. പശുക്കിടാക്കളെ ഒന്നിനും ഞാൻ വിൽക്കത്തില്ല, എല്ലാത്തിനെയും വളർത്തി കൊണ്ടുവരികയാണ്. ആ ഒരു ഉൽപ്പാദനത്തിൽ കൂടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. 10 കൊല്ലം കൊണ്ട് ഞാൻ ഇവിടെ കാളയെ നിർത്തിയിട്ടുണ്ട്. ആ കാളയും കൊണ്ടാണ് നമ്മൾ സ്ഥിരം എനിക്ക് ഒരു കാള വെച്ച് എല്ലാ പ്രാവശ്യവും കാണും. ആ കാള വെച്ചാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. അത് ഏത് ഇനത്തിൽപ്പെട്ട കാളയാണത്? അത് HF ജേഴ്സി ക്രോസ് ഇനത്തിൽപ്പെട്ട കാളയാണ്. ഓരോ പ്രാവശ്യം ഓരോ കാളകളാണ്. നമുക്ക് ഇൻബ്രീഡിങ് പറ്റത്തില്ലല്ലോ. അതിനുവേണ്ടി ഓരോ വർഷം 2 വർഷം കൂടുമ്പോൾ കാളകളെ മാറ്റിക്കൊണ്ടിരിക്കും. നമുക്ക് ഇവിടെ ചേട്ടൻ്റെ ഒരു ദിവസത്തെ പശുക്കളുടെ ഫാമിലെ പരിപാലന രീതികൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. നമ്മളിവിടെ തുടങ്ങുമെന്ന് പറഞ്ഞാൽ രാവിലെ 4 മണിക്കാണ് നമ്മുടെ ഇവിടുത്തെ ഫാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 മണിക്ക് വന്ന ഉടൻ തന്നെ എല്ലാത്തിനും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാത്തിനും തീറ്റ കൊടുക്കുക. തലേന്ന് എല്ലാ തീറ്റകളും നമ്മൾ പാത്രത്തിൽ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഓരോന്നോരോന്നിൻ്റെ മുമ്പിൽ തീറ്റ വെച്ച് കൊടുക്കുന്നു. 2 പണിക്കാരുണ്ട്. ഒരാൾ ക്ലീൻ ചെയ്യുന്നു. അപ്പോൾ ഒരാൾ അപ്പോഴത്തെ ഒരു സൈഡിൽ നിന്ന് ക്ലീൻ ചെയ്യുമ്പോഴത്തെ ഒരാൾ കറവ തുടങ്ങും. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ക്ലീൻ ചെയ്ത് കറവ എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്ക് 7 മണിയാവും. 7 മണിയാകുമ്പോഴത്തേക്കാണ് ഈ കറവയുടെ രാവിലത്തെ പരിപാടിയെല്ലാം കഴിയുന്നത്. ഈ 7 മണിക്ക് അകം ഈ 5 മണി തൊട്ട് 7 മണി വരെയാണ് പാലിൻ്റെ ആൾക്കാരും വരുന്നത്. നമ്മൾ ലോക്കൽ സെയിൽ കൂടുതലുണ്ട്. അപ്പോൾ അവർ ഈ 5 മണി തൊട്ട് 7 മണി വരെ അവർക്ക് കൊടുക്കുകയുള്ളൂ. 7 മണി കഴിഞ്ഞാൽ പിന്നെ പാലും ബാക്കിയുള്ളത് സൊസൈറ്റിക്ക് കൊണ്ടുപോകും. അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഉച്ചക്കറവ എപ്പം ആരംഭിക്കുന്നത്? ഇപ്പോഴാണ് ഉച്ചയ്ക്കത്തെ തുടങ്ങുന്നത് പറഞ്ഞാൽ 1:30 തുടങ്ങും. ഉച്ചയ്ക്ക് 1:30 ആൾക്കാർ വന്ന് എല്ലാം ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ 2 മണി തൊട്ടാണ് കറവ സ്റ്റാർട്ട്. 2 മണി തൊട്ട് ആൾക്കാർ പാലിനും വരും. 2 തൊട്ട് 4 മണി വരെയാണ് ഉച്ചയ്ക്കത്തിൻ്റെ ടൈം. 4 മണിയാകുമ്പോഴത്തെ കറവയെല്ലാം കഴിയും. 4 മണിക്ക് സൊസൈറ്റി കൊണ്ടുപോകും ബാക്കി പാൽ. നമുക്ക് ഒരു ദിവസം ആവറേജ് എത്ര ലിറ്റർ കറന്നെടുക്കുന്നുണ്ട് പാല്? ഇപ്പോൾ ഒരു ദിവസം നമുക്ക് രാവിലെയും വൈകിട്ടും കൂടെ ഏതാണ്ട് 200 ലിറ്റർ ഓളം കിട്ടുന്നുണ്ട്. 200 കൂടുതലാണ് കിട്ടുന്നത്, കുറവില്ല. ഇതിൻ്റെ കൂടുതൽ ആവശ്യക്കാർ എങ്ങനെ നമ്മുടെ ലോക്കൽ മാർക്കറ്റിംഗ് ആണോ അതോ സൊസൈറ്റിയാണോ കൂടുതലും കൊണ്ടുപോകുന്നത്? നമ്മളിപ്പോൾ പോകുന്നത് കൂടുതലും ലോക്കലിലാണ് പോകുന്നത്. നമ്മൾ സൊസൈറ്റി കൂടെ കൊടുക്കണം. കാരണം നമുക്ക് മൊത്തം ലോക്കൽ പോകുന്നില്ല. ഞാൻ ഇവിടുന്ന് പുറത്ത് കൊണ്ട് കൊടുക്കുന്നില്ല പാലുകൾ. നമ്മുടെ വീട്ടിൽ വന്ന് മേടിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. ഒരു വ്യക്തിക്ക് പോലും നമ്മൾ പോയി നടന്നുള്ള സപ്ലൈ ഇല്ല. നമുക്ക് 1 ലിറ്ററിന് എത്ര രൂപ വെച്ചിട്ടാണ് നമ്മുടെ ലോക്കലിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ 1 ലിറ്ററിന് 55 രൂപ വെച്ചാണ്. ഇപ്പോൾ ഒരു 4 മാസമായി. ഇപ്പോൾ പല വീടുകളിന് ശേഷം നേരത്തെ 50 ആയിരുന്നു, ഇപ്പോൾ 55 രൂപയായി. ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ പശുവിൻ്റെ പാലിൻ്റെ വിപണനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടുണ്ടോ?
ഇല്ല, വിപണനത്തിൽ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല. പാൽ എത്ര ഉണ്ടെങ്കിലും സെയിൽ ആയിക്കോളും, ഒരു പ്രശ്നങ്ങളും ഇല്ല പാലിൻ്റെ സപ്ലൈക്ക്. നമുക്ക് ഈ സൊസൈറ്റി കൊടുക്കുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും സബ്സിഡി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ലഭിക്കാറുണ്ടോ? സൊസൈറ്റി കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് സൊസൈറ്റി കൊടുക്കുമ്പോൾ ഇച്ചിരി വില കുറവാണെങ്കിൽ നമുക്ക് ഞാൻ ലോക്കൽ കൊടുക്കുന്ന സൊസൈറ്റി കൊടുക്കുന്ന തമ്മിൽ എനിക്ക് ഏതാണ്ട് ഒരു 15 രൂപയുടെ വ്യത്യാസമാണ് വരുന്നത്. 15 രൂപ 12-15 രൂപയുടെ വ്യത്യാസം വരും. ഈ 15 രൂപയുടെ വ്യത്യാസത്തിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 10 രൂപയിലും നമുക്കത് മേക്കപ്പായി വരുന്നുണ്ട്. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബോണസുകൾ കിട്ടുന്നുണ്ട്, കാലിത്തീറ്റകളെല്ലാം സബ്സിഡി കിട്ടുന്നുണ്ട്, പിന്നെ ഈ ക്ഷീരവസ്തുന വകുപ്പിൻ്റെ ഓരോ സബ്സിഡികളെല്ലാം സബ്സിഡികളും നമുക്ക് കിട്ടുന്നുണ്ട്. മിൽക്കിംഗ് മെഷീൻ ആയാലും എന്ത് സാധനം മേടിച്ചാലും നമുക്ക് സബ്സിഡികൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അത് സൊസൈറ്റിയിൽ അളക്കുന്നതിന് മാത്രമേ അത് കിട്ടത്തുള്ളൂ. ചേട്ടാ, നമ്മുടെ ഫാമിൽ ഏതൊക്കെ തരത്തിലുള്ള തീറ്റകളാണ് നമ്മുടെ പശുക്കൾക്ക് വേണ്ടി കൊടുക്കുന്നത്? ഞാനിപ്പോൾ കൊടുക്കുന്നതെന്ന് പറയുന്നത് ഈ കേരള ഫീഡിൻ്റെ മിടുക്കി തീറ്റയും ജേഴ്സി പിണ്ണാക്കും മാത്രമാണ് കൊടുക്കുന്നത്. 2 ഐറ്റം മാത്രമേ ഞാനിപ്പോൾ കൊടുക്കത്തുള്ളൂ. തുടക്കത്തിൽ പല തീറ്റകൾ ഞാൻ കൊടുത്തു. അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായത് നഷ്ടമാണ് സംഭവം കൊടുക്കുന്നത്. പല തീറ്റകൾ കൊടുത്തു കഴിഞ്ഞാലും പിന്നെ ഈ കുറച്ച് തീറ്റ കൊടുത്താലും കൂടുതൽ കൊടുത്താലും ഒരു പശുവിന് ഒരു മിനിമം അളവുണ്ട് പാല് കിട്ടുന്നത്. അപ്പോൾ അതിനാവശ്യമായ പാല് മാത്രം, ആവശ്യമായ തീറ്റ മാത്രം നമ്മൾ കൊടുത്താൽ മതി. അതുകൊണ്ട് ഇപ്പോൾ 2 ഐറ്റം തീറ്റ മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ ക്രാക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാക്കൊക്കെ ഈ പെലറ്റ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ബിയർ വേസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. മിക്സഡ് ബിയർ വേസ്റ്റ് ഉണ്ട്, ബിയറെ കപ്പ ചോളം എല്ലാം കൂടെ വരുന്ന മിക്സ് സാധനമുണ്ട്. അതെല്ലാം കൂടെയാണ് ക്രാക്കൊക്കെ കൊടുക്കുന്നത്. പശുക്കൾക്ക് ഈ 2 ഐറ്റം മാത്രമേ ഉള്ളൂ. അതും അളവനുസരിച്ച് കൊടുക്കുന്നത്. ഓരോ പശുവിൻ്റെ പാലിൻ്റെ അനുസരിച്ചാണ് കൊടുക്കുന്നത്. കൂടുതൽ പാലുള്ളതിന് കൂടുതൽ തീറ്റി, കുറവ് പാലുള്ളതിന് കുറവ് തീറ്റി. നമുക്ക് കുറഞ്ഞ ചിലവിൽ ലഭ്യമാകുന്ന തീറ്റകൾ ഏതൊക്കെയാണ്? നമുക്കിപ്പോൾ കുറഞ്ഞ ചിലവിൽ കിട്ടുന്നതെന്ന് പറയുന്നത് ബിയർ വേസ്റ്റാണ്. ബിയർ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വിലയൊന്നുമില്ല. ഞാൻ തന്നെ പോയി കൊണ്ടുവരികയാണ്. അങ്കമാലി പോയി എൻ്റെ വണ്ടി എന്നോട്ട് വണ്ടിയെ പോയി കൊണ്ടുവരുന്നു. അതുകൊണ്ട് നമുക്ക് വളരെ ചീപ്പ് റേറ്റിൽ വരുന്നത് ഇവിടെ വരുമ്പോൾ സാധനം കിട്ടുന്നത്. അപ്പോൾ ആ തീറ്റയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ക്രാക്കൊക്കെ, ചനയിൽ പിന്നെ കറവയില്ലാത്ത പശുക്കൊക്കെ അങ്ങനെയുള്ളതിനെല്ലാം ആ തീറ്റയാണ് കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി ലാഭം കൂടുതലുണ്ടാകും. പിന്നെ പുല്ലുണ്ട്, പുല്ല് ആവശ്യത്തിന് നമ്മൾ പുല്ലുണ്ട്. ചേട്ടാ, നമ്മുടെ ഫാമിൽ പശുവിൻ്റെ ബ്രീഡിംഗ് രീതികളെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ഓക്കെ. ഞാനിവിടെ ബ്രീഡിംഗ് എന്ന് പറയുന്നത് നമ്മളിവിടെ പിന്നെ ഇല്ല, ചെയ്യാതെ കൊണ്ട് നമ്മളിവിടെ കാളെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ അതിനെ വെച്ചാണ് ചെയ്യിക്കുന്നത്. സാധാരണ കിടാക്കളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 18 മാസം വരത്തിന് ഉള്ളിൽ തന്നെ നമ്മൾ 14 മാസം തൊട്ട് നമ്മൾ കിടാക്കളെ ചന പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ 18 മാസത്തിനപ്പുറം ഒരു കാരണവശാലും നമ്മൾ കിടാക്കളെ കൊണ്ടുപോകത്തില്ല. 18 മാസം അങ്ങനെ പോകത്തില്ല നമ്മൾ. കാരണം കാളെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് 18 മാസത്തിനകത്ത് തന്നെ അത് ഹീറ്റാകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ അതിനെ കാളെ ചാടിച്ച് സംഗതി ചന പിടിപ്പിക്കും. അതുപോലെ തന്നെ പശുക്കളെന്ന് പറയുന്നത് ഒരു വർഷത്തിൽ 2 പ്രസവം കറക്റ്റായിട്ടുണ്ട് എൻ്റെ പശുക്കൾക്ക്. കാരണം ഈ മാസം ഡിസംബറിൽ പശു പ്രസവിക്കുന്ന, അടുത്ത മാസം ഡിസംബറിൽ കറക്റ്റായിട്ട് പ്രസവിച്ചിരിക്കും. അതെന്ന് പറഞ്ഞാൽ പ്രസവിച്ച് 3-ാം മാസത്തിനുള്ളിൽ തന്നെ, മാക്സിമം 3 മാസം, 3 മാസത്തിനകത്ത് തന്നെ ഒരു 50 ദിവസത്തേക്ക് 60 ദിവസത്തേക്ക് ഇടയ്ക്ക് എപ്പോൾ ഹീറ്റാകുന്നു ആ സമയത്ത് നമ്മൾ കള വിട്ട് അതിൻ്റെ ചന ഉറപ്പാക്കിയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു പശുവിൽ നിന്ന് എത്ര പ്രസവം വരെ എടുക്കാറുണ്ട് നമ്മുടെ ഫാമിൽ? ഇവിടെ നമ്മുടെ ഫാമിൽ പറഞ്ഞാൽ എൻ്റെ അടുക്കൽ ഇപ്പോൾ 8 വരെ പ്രസവിച്ച പശുക്കളുണ്ട്. ഇപ്പോൾ 8 അത് വീണ്ടും ചന നിറഞ്ഞ് നിൽക്കുകയാണ്. 8ഉം 10ഉം ഒക്കെ നമുക്ക് പ്രസവിപ്പിക്കാം. നമ്മുടെ ഫാമിൽ തന്നെ ജനിച്ചു വളർന്ന പശുക്കളാണ്. അതുകൊണ്ടൊരു പ്രശ്നമില്ല. നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന പശുക്കളല്ല. അതുകൊണ്ട് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ഫാമിലില്ല. ചേട്ടൻ ഇപ്പോൾ ഒരു 16 വർഷമായിട്ട് പശുക്കളെ പരിപാലിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാലയളവിൽ നമുക്ക് പശുക്കളെ വളർത്തിയിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ പശുക്കൾക്ക് രോഗങ്ങൾ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? രോഗങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ തുടക്ക സമയത്തൊക്കെ ഒരുപാട് നമുക്ക് അതിനകത്ത് അറിവ് കുറവായിരുന്നു. അതുകൊണ്ട് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. അതിനുശേഷം ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 10 കൊല്ലം കൊണ്ട് നമുക്ക് ഈ ഫാമിൽ ഡോക്ടറുടെ സേവനം വളരെ കുറവാണ്. മാക്സിമം മാക്സിമം മരുന്നും കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ട്രീറ്റ്മെൻ്റ് എല്ലാം നമ്മൾ ആ രീതിയിലാണ് അതിനെ നോക്കുന്നത്. ഏതൊക്കെ അസുഖങ്ങളാണ് സാധാരണ ഇതിൽ ഒരു ഡയറി ഫാം നടത്തുന്നവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്? സാധാരണ അസുഖങ്ങൾ എന്ന് പറയുന്നത് അകിടുവീക്കമാണ് കറവ പശുക്കളിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. അകിടുവീക്കം വരുന്നുണ്ട്. പിന്നെ ഈ ദഹനക്കേടെന്ന് പറയുന്നത്, തീറ്റിക്കകത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ദഹനക്കേട് അടിക്കും. ആ ദഹനക്കേടുമൊക്കെ വന്നു കഴിഞ്ഞാൽ പശുക്കൾക്ക് കർഷകന് വലിയ ബുദ്ധിമുട്ടാണ്. അകിടുവീക്കം, ദഹനക്കേട്, ഇതാണ് 2 എണ്ണം മെയിനായിട്ട് വരുന്ന അസുഖങ്ങൾ. ചേട്ടൻ നമ്മുടെ പശുക്കൾക്ക് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ? ഇൻഷുറൻസ് ഉണ്ട്. പക്ഷേ ഞാൻ എല്ലാത്തിനും എടുത്തില്ല, കുറച്ചെണ്ണത്തിന് എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് 10-40 പശുവുണ്ട്. ഈ എല്ലാത്തിനും ഇൻഷുർ ചെയ്യുവാണെങ്കിൽ നമുക്കിപ്പോൾ നേരത്തെ പകുതി വിലയ്ക്കൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഫുൾ എമൗണ്ട് അടയ്ക്കണം. ഒരു പശുവിന് ഇൻഷുർ ചെയ്യണം 3000-3500 രൂപയോളം ചിലവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം എൻ്റെ അടുക്കൽ ഇങ്ങനെ പശുക്കൾ ചത്തത് വളരെ കുറവാണ്. അപ്പോൾ അതെല്ലാം അവിടെ കണക്ക് കൂട്ടുമ്പോൾ എനിക്ക് തോന്നുന്നു ഇൻഷുർ ചെയ്തില്ലെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻഷുർ ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഡയറി ഫാമിൽ ഇപ്പോൾ ചേട്ടൻ ഏത് രീതിയിലാണ് ഇതിൻ്റെ ഷെഡും കാര്യങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്? ഹൈടെക് രീതിയിലാണോ അതോ സാധാരണ രീതിയിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്? ഞാനിവിടെ വേറെ സിമ്പിൾ രീതിയിൽ ലോ കോസ്റ്റിൽ എന്ന് പറയാം, 0 ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ സ്വന്തമായിട്ട് എൻ്റെ പണിക്കാരെ കൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത ഷെഡുകളാണ് കൂടുതൽ. പിന്നെ ഇച്ചിരി വെൽഡിങ്ങിന് വേണ്ടി മാത്രം വെൽഡിംഗുകാരെ കൊണ്ടൊന്ന് ചെയ്യിച്ചിട്ടുണ്ട്. വേറെ സിമ്പിൾ രീതിയിൽ ഇവിടെ നമ്മൾ റബ്ബർ മാറ്റില്ല, മറ്റേ മിസ്റ്റില്ല, ഓട്ടോമാറ്റിക് സിസ്റ്റം ഇല്ല, യാതൊന്നും നമുക്ക് ഇവിടില്ല. വേറെ സിമ്പിൾ രീതിയിൽ തുറന്ന എരുത്തിലാണ് വെച്ചിരിക്കുന്നത്. ശരിക്കും കാറ്റും വിളിച്ചും കയറത്തക്ക രീതിയിൽ പശുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങത്തക്ക രീതിയിലുള്ള സംഭവം. അപ്പം ഈ പറയുന്ന മിസ്റ്റോ ഫാനോ ഒന്നുമില്ല? അപ്പോൾ എന്തെങ്കിലും കാലാവസ്ഥ കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. മിസ്റ്റും ഫാനും കാര്യങ്ങളും ഇല്ല. കാലാവസ്ഥയായിട്ട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. കാരണം കൂടുതൽ ഇവിടെ ജനിച്ചു വളർന്ന പശു ആയതുകൊണ്ട് തുടക്കം തൊട്ടേ അത് ശീലിച്ചതാണ് പശുക്കൾ. പുതുതായിട്ടൊരു പശു വരുവാണെങ്കിലും നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. നമ്മുടെ ഫാമിൽ നിന്ന് ചേട്ടൻ ഈ പാലുൽപാദനം അല്ലാതെ വേറെ ഏതെല്ലാം രീതിയിലാണ് വരുമാനം കണ്ടെത്തുന്നത്?
നമുക്കിപ്പോൾ പാൽ ഉൽപ്പാദനം അല്ലാതെ കൊണ്ട് നമുക്കിതിൻ്റെ ചാണകം സാധാരണ എന്ന് പറഞ്ഞാൽ കർഷകർക്കെല്ലാം ചാണകം വലിയൊരു ബാധ്യതയാണ്. എനിക്കത് വരത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ചാണകമല്ല ആൾക്കാർക്ക് ഒരു നിസ്സാര വിലയ്ക്ക് നമുക്ക് ചെറിയൊരു റേറ്റ് കിട്ടിയാൽ മതി. നമുക്ക് വണ്ടിയുണ്ട്, പിക്കപ്പുണ്ട്, അവത്തെ കയറ്റി നമ്മൾ കർഷകർക്ക് അവരുടെ പറയുന്നിടത്ത് എത്തിച്ചു കൊടുക്കുക. അതാകുമ്പോൾ നമുക്കിത് കൂടുതലായിട്ട് കിടക്കത്തില്ല. നമ്മുടെ അടുത്തുള്ള ഫാമുകളിലേയും കൂടെ ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചാണകത്തിൻ്റെ ഒരു ലാഭം നമുക്കുണ്ട്. അത് കൂടാതെ കൊണ്ട് പിന്നെ ലാഭം എന്ന് പറയുന്നത് നമുക്ക് കിടാക്കളാണ്. ഈ കിടാക്കളെ വളർത്തിയെടുക്കുന്നതാണ് ഏറ്റവും വലിയൊരു ലാഭം എന്ന് പറയുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ പശുക്കൾക്ക് ഭയങ്കര വിലയാണ്. അപ്പോൾ ഈ കിടാക്കളെ വളർത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ പശുവിനെന്ന് പറഞ്ഞാൽ ഒരു 80,000-90,000 രൂപ ഒരു വില പശുവിന് വില വരില്ല. ഒരു കിടാക്കളെ വളർത്തിയെടുക്കാൻ നമുക്കൊരു 20,000-25,000 രൂപയ്ക്കകത്ത് നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ കിടാക്കളെ വളർത്തിയെടുക്കുന്നത് ഏറ്റവും നല്ല ഒരു വരുമാന മാർഗ്ഗമാണ്. ചേട്ടൻ നമ്മുടെ ഡയറി ഫാമിൻ്റെ കൂടെ മറ്റ് ഏതൊക്കെ കൃഷി രീതികളാണ് ഇവിടെ പിന്തുടരുന്നത്? ഞാനിവിടെ പശുക്കളുടെ കൂടെ തന്നെ കുറേ കോഴികളുണ്ട്, പിന്നെ കുറച്ച് താറാവുണ്ട്, പിന്നെ കുറച്ച് ആടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ചിലവുകൾ വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്ന പശുവിൻ്റെ തീറ്റകൾ, കൽത്തീറ്റ വരുന്നത്, ബാലൻസ് വരുന്നത് അത് കോഴിയും താറാവും തിന്നും. പിന്നെ പശുവിന് കൊണ്ടിരുന്ന പോച്ച കാര്യങ്ങൾ അതെല്ലാം ആടിന് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയൊരു ചിലവായിട്ട് വരത്തില്ല. മറ്റേ അത് മൊത്തം നമുക്ക് ലാഭമാണ്. എനിക്കിപ്പോൾ ഇവിടെ തന്നെ ഒരു 10-30 മുട്ടയുണ്ട് ഡെയിലി കിട്ടാൻ. നമുക്ക് ഒരു രൂപയുടെയും ചിലവില്ലാതെ ആ മുട്ട കിട്ടുന്നത്. ഒരു മുട്ട 6 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ താറാവും ഉണ്ട് കൂടെ. അപ്പോൾ ഇതിനൊന്നും നമുക്ക് ചിലവുകളൊന്നുമില്ല. ഈ കൂട്ടത്തിലങ്ങ് പൊക്കോളും എല്ലാ കാര്യങ്ങളും. നമ്മുടെ ഫാമിൽ ഇതിൻ്റെ കിടാക്കളുടെ എല്ലാം പരിചരണം എങ്ങനെയാണ്? നമ്മളിവിടെ കിടാക്കളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രസവിക്കുമ്പോൾ തന്നെ കിടാക്കളെ കഴിഞ്ഞ് മാറ്റുക. ഒരു പശുവിനെ പോലും നമ്മൾ കിടാക്കളെ വിട്ടു കുടിപ്പിക്കുന്ന പരിപാടിയില്ല ഇവിടെ. പ്രസവിച്ചു അന്നേരം തന്നെ ഒരു 1 മണിക്കൂറിനകത്ത് തന്നെ നമ്മൾ പശു എല്ലാം നക്കി തോത്തിയതിന് ശേഷം കിടാവിനെ അങ്ങ് മാറ്റിയതിന് ശേഷം ആ പശുവിൻ്റെ തന്നെ പാല് കറന്നിട്ട് നമ്മൾ നിപ്പിളിലാക്കി കിടാവിന് കൊടുക്കും. അങ്ങനെ നിപ്പിളിൽ 2-3 ദിവസം കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ബക്കറ്റിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതും കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണങ്ങളോ ദോഷങ്ങളോ ഉണ്ടോ? അങ്ങനെ കൊടുക്കുന്നിട്ടുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് ജോലി ലാഭമുണ്ട്. കാരണം എപ്പോഴും കിടാവിനെ എടുത്തും കുടിപ്പിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തേന്ന് പറയുന്നത് കിടാക്കൊക്കെ കറക്റ്റിന് അളവിനുള്ള പാല് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് കുടിപ്പിക്കാനേ അറിയത്തില്ല. ചിലപ്പോൾ കൂടുതൽ കുടിക്കും, ചിലപ്പോൾ കുറവ് കുടിക്കും. കൂടുതൽ കുടിക്കുകയാണെങ്കിൽ വയറിളവ് അങ്ങനെ പ്രശ്നങ്ങൾ, കുറവ് കുടിച്ചു കഴിഞ്ഞാൽ അതിന് ശരിയാവത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഡയറക്റ്റ് കുടിപ്പിക്കുന്നതും മാറ്റുന്നതും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് നമ്മുടെ ഫാമിലേക്ക് നല്ല ഇനം പശുക്കളെ എങ്ങനെ തിരഞ്ഞെടുക്കാം? അത് നമ്മൾ ശ്രദ്ധയോടുകൂടി എടുക്കണം. ശ്രദ്ധയോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല ആരോഗ്യമുള്ള പശുവായിരിക്കണം. കൂടുതൽ പ്രസവം കൂടുതലായി പോകരുത്. മാക്സിമം 2 അല്ലെങ്കിൽ 3 പ്രസവം, അതിനപ്പുറം പോകാനുള്ള പശുക്കൾ എടുക്കരുത്. എന്നിട്ട് അതിൻ്റെ ലക്ഷണം കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് അതിൻ്റെ പാൽഞ്ഞരമ്പെ കാര്യങ്ങളെ, അതിൻ്റെ മടിയെ, അകിടിൻ്റെ ലക്ഷണങ്ങളെ അതൊക്കെ നോക്കി വേണം നമ്മൾ എടുക്കാൻ. എങ്കിലേ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. പിന്നെ നമ്മൾ ഈ പുറത്തുനിന്ന് പശുവിനെ എടുക്കും. പുറത്തുനിന്ന് ഉദ്ദേശിക്കുന്ന അന്യ സംസ്ഥാനത്തു നിന്ന് എടുക്കുന്നതിൽ നല്ലത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പശുക്കളെ, നമ്മളുടെ ഏരിയയിൽ തന്നെയുള്ള പശുക്കളെ എടുക്കുന്നതായിരിക്കും നല്ലത്. അതിന് ഈ കാലാവസ്ഥ കാര്യങ്ങളെല്ലാം ഇണങ്ങാനും എല്ലാതാണ് നല്ലത്. പുറത്തുനിന്ന് വിടുന്ന പശുക്കളാകുമ്പോൾ നമുക്ക് ഒരുപാട് സമയമെടുക്കും നമ്മളുമായിട്ട് വന്ന് ഒത്തിറങ്ങി പോകണമെങ്കിൽ. അതുകൊണ്ട് നാട്ടിലെ പശുക്കളെയാണ് തുടക്കക്കാരെ എപ്പോഴും എടുക്കേണ്ടത്. അപ്പോൾ ധാരാളം ആൾക്കാരെ കടന്നു വരുന്നൊരു മേഖലയാണ് ഡയറി ഫാമിംഗ്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ഈ ഒരു ഡയറി ഫാമിംഗ് രംഗത്തോട്ട് പുതുതായിട്ട് കടന്നു വരുന്നതോട് ചേട്ടന് എന്താണ് ഉപദേശം കൊടുക്കാനുള്ളത്? ഈ പുതുതായിട്ട് ഇപ്പോൾ ഒരു സംരംഭം തുടങ്ങുന്നവർക്ക്, പശു ഫാം തുടങ്ങുന്നവർക്ക് എൻ്റെ അഭിപ്രായത്തിൽ അവർ തുടക്കത്തിൽ ഈ ഷെഡ് വെക്കുന്നത് ഒരു മെയിൻ ഘടകമാണ്. ചെറിയ രീതിയിൽ ഷെഡ് വെക്കുക. ആദ്യം നമ്മൾ 1-2 പശുക്കളെ മേടിച്ചിട്ട് തുടങ്ങുക. ആ മേടിക്കുന്ന പശുക്കളെന്ന് പറയുന്നത് വലിയ പശുക്കൾ മേടിക്കരുത്. ഒരു മീഡിയം ടൈപ്പ് പശുക്കൾ മേടിക്കാവുള്ളൂ. കൂടിയ പശുക്കളെ മേടിച്ച് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളാണ് നമുക്കറിയത്തില്ല. തുടക്കക്കാരന് ഒരു മീഡിയം ടൈപ്പ് പശു, മീഡിയം ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 8 ലിറ്റർ രാവിലെ കിട്ടണം, അല്ലെങ്കിൽ ഒരു 10 ലിറ്ററിനകത്ത് പാൽ കിട്ടുന്ന പശു ആകാവുള്ളൂ. വലിയ പശുക്കളെ മേടിക്കാൻ പാടില്ല. 2 നേരം കൊണ്ട് ഒരു 12 ലിറ്റർ പാൽ കൂടരുത്. അപ്പോൾ എങ്കിലേ നമുക്ക് കാര്യങ്ങൾ പഠിച്ചു വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള പശുക്കളാകുമ്പോൾ തുടക്കത്തിൽ അസുഖങ്ങളും കുറവായിരിക്കും. തുടക്കത്തിൽ നമ്മൾ മേടിക്കുമ്പോൾ ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുക്കൾ മേടിക്കുമെങ്കിൽ നമുക്കൊരു ഇച്ചിരി പ്രയോജനമാണ്. കാരണം വെച്ചാൽ അതിന് ഇച്ചിരി പ്രതിരോധ ശക്തി കൂടുതലുള്ളതാണ്. മറ്റേ HF പശു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും. ഈ ജേഴ്സി ഇനത്തിന് അങ്ങനെ പെട്ടെന്ന് വരത്തില്ല. പാലൊരൽപ്പം കുറവുണ്ടെന്നേ ഉള്ളൂ. എങ്കിലും ജേഴ്സി പശു മേടിക്കുന്നതായിരിക്കും തുടക്കക്കാർക്ക് ഏറ്റവും നല്ലത്. നമ്മൾ തുടക്കത്തിലൊരു 5 പശുവിനെ വെച്ച് വേണം നമ്മൾ 5 പശു വന്നതിന് ശേഷം നമുക്ക് പണിക്കാരെ വെച്ചാൽ മതി. 5 പശു വരെ നമ്മൾ തന്നെത്താൻ വേണമെന്ന് നടത്താൻ. കാരണം നമുക്കൊരു എക്സ്പീരിയൻസോടെ കിട്ടും. പശുക്കളുമായിട്ട് കൂടുതൽ ഇടപഴകി നമുക്കൊരു പ്രാക്ടീസോടെ കിട്ടണം. കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യങ്ങൾ മുമ്പോട്ട് ഓടിക്കാനൊക്കത്തുള്ളൂ. നമ്മളൊന്നും അറിയാതുകൊണ്ട് വരയ്ക്കാതിരുന്നുണ്ടോ അല്ലെങ്കിൽ വെളിയിൽ നിന്നുണ്ടോ പണിക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഫാം മുമ്പോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ തീറ്റയുടെ കാര്യം തന്നെ, തീറ്റയും വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കൊടുക്കാൻ. വളരെ ശ്രദ്ധയോടുകൂടി കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലിൻ്റെ അളവനുസരിച്ച് വേണം ഓരോ പശുക്കൾക്ക് തീറ്റ കൊടുക്കാൻ. അല്ലെങ്കിൽ പണിക്കാരെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിനത് കൊടുക്കും. നമ്മൾ ഡെയിലി നമ്മുടെ ശ്രദ്ധ ഓരോ പശുവിലും ഓരോ കാര്യത്തിലും നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കും.